നിങ്ങളൊരു ECG റിപ്പോർട്ട് എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് ആ കുത്തിവരകളൊക്കെ നോക്കി ഇതെന്താ സംഭവം എന്നാലോചിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർക്ക് ഇതിൽ നിന്ന് എന്താവും മനസ്സിലാവുക? അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു സാധാരണ ടെസ്റ്റിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഡോക്ടർ ഒരു ECG എടുക്കാൻ പറയുമ്പോൾ ആ പേപ്പറിൽ കാണുന്ന വരകൾ നിങ്ങളുടെ ഹൃദയത്തെപ്പറ്റി ശരിക്കും എന്താവും പറയുന്നത്, അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താണ് ഈ ECG? വളരെ ലളിതമായി പറഞ്ഞാൽ ഒട്ടും വേദനയില്ലാത്തൊരു ടെസ്റ്റാണിത്. നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അതായത് വൈദ്യുത പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഒരു ഇലക്ട്രിക്കൽ ഫോട്ടോ എടുക്കുന്ന പോലെയാണെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രോകാർഡിയോഗ്രാം നമ്മൾ ചുരുക്കി ECG എന്ന് പറയും. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നെഞ്ചിലും കൈകളിലും കാലുകളിലുമൊക്കെ ചെറിയ സ്റ്റിക്കർ പോലത്തെ പാഡുകൾ വയ്ക്കും. ഈ പാഡുകൾ, അതായത് ഇലക്ട്രോഡുകൾ, ഹൃദയത്തിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകളെ പിടിച്ചെടുക്കും. പേടിക്കാനൊന്നുമില്ലാട്ടോ, ഒട്ടും വേദനയെടുക്കില്ല. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. ഒരു മൈക്രോഫോൺ എങ്ങനെയാണ് നമ്മുടെ ശബ്ദത്തിന്റെ തരംഗങ്ങളെ പിടിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ECG മെഷീൻ നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ തരംഗങ്ങളെ പിടിച്ചെടുക്കുന്നത്. എളുപ്പമല്ലേ കാര്യം? ഇനി ഇതെങ്ങനെയായി ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ടെക്നീഷ്യൻ വന്നിട്ട് നിങ്ങളുടെ നെഞ്ചിലും കൈകളിലും കാലുകളിലുമൊക്കെ ആ ചെറിയ സ്റ്റിക്കി പാഡുകൾ ഒട്ടിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വയറുകൾ ഘടിപ്പിക്കും. അത് മെഷീനുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത്രയുള്ളൂ സംഭവം. പിന്നെ മെഷീൻ ഒരു ശല്യവുമില്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സിഗ്നലുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മെഷീൻ രേഖപ്പെടുത്തുന്ന സിഗ്നലുകൾക്ക് എന്താണ് അർത്ഥം? ഓരോ തവണ നമ്മുടെ ഹൃദയം ഇടിക്കുമ്പോഴും അതൊരു പ്രത്യേക ഇലക്ട്രിക്കൽ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ PQRST തരംഗം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഹൃദയമിടിപ്പിന്റെയും ഒരു ഇലക്ട്രിക്കൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു കയ്യൊപ്പാണെന്ന് പറയാം. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ആ PQRST വേവ്. ഈ ഒരൊറ്റ പാറ്റേൺ എന്ന് പറയുന്നത് ഹൃദയം ഒരു തവണ പൂർണ്ണമായി സങ്കോചിച്ച് പിന്നെ റിലാക്സ് ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. ഇതിലെ ഓരോ കുഞ്ഞു വളവിനും ആ വലിയ സ്പൈക്കിനുമൊക്കെ കൃത്യമായ അർത്ഥമുണ്ട്. നമുക്കിതിനെ ഓരോന്നായിട്ട് നോക്കാം. ആ തുടക്കത്തിൽ കാണുന്ന ചെറിയൊരു തരംഗമില്ലേ, അതാണ് P വേവ്. ഇത് ഹൃദയമിടിപ്പ് തുടങ്ങുന്നതിനെയാണ് കാണിക്കുന്നത്. അതായത് ഹൃദയത്തിന്റെ മുകളിലുള്ള അറകൾ, ഏട്രിയ, ചുരുങ്ങിയിട്ട് രക്തത്തെ താഴെയുള്ള അറകളിലേക്ക് തള്ളുന്നു. ആ ഒരു പ്രവർത്തനത്തിന്റെ ഇലക്ട്രിക്കൽ സിഗ്നലാണിത്. ഇനി ആ നടുക്കിലുള്ള ഏറ്റവും വലിയ ഭാഗം, അതാണ് QRS കോംപ്ലക്സ്. ഇതാണ് ഹൃദയത്തിന്റെ മെയിൻ പമ്പിംഗ് ആക്ഷൻ. ഹൃദയത്തിന്റെ താഴെയുള്ള ആ ശക്തമായ അറകളുണ്ടല്ലോ, വെൻട്രിക്കിൾസ്, അവ സങ്കോചിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ പവർഫുൾ ഇലക്ട്രിക്കൽ സിഗ്നലാണ് നമ്മൾ ഈ കാണുന്നത്. അവസാനം വരുന്ന ആ തരംഗമാണ് T വേവ്. ഇത് വെൻട്രിക്കിൾസ് അതിന്റെ പണി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ അടുത്ത മിടിപ്പിനു വേണ്ടി ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഒന്ന് റീസെറ്റ് ആവുന്ന സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ PQRS വേവ് നോക്കിയിട്ട് ഡോക്ടർമാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? അതായത് ഒരു ECGക്ക് നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റും? നമുക്ക് നോക്കാം. ഒരു ECGക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒന്നാമതായി ഹൃദയാഘാതത്തിന്റെ സൂചനകൾ, പിന്നെ ഹൃദയതാളത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഹൃദയമിടിപ്പ് ഒരുപാട് കൂടുന്നതും കുറയുന്നതും അല്ലെങ്കിൽ ക്രമം തെറ്റിമിടിക്കുന്നതുമൊക്കെ. ഏട്രിയൽ ഫൈബ്രിലേഷൻ പോലെയുള്ള ചില കണ്ടീഷനുകൾ, ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ വയറിങ്ങിലുള്ള പ്രശ്നങ്ങൾ. എന്തിനധികം പറയുന്നു, ഒരു പേസ് മേക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ECG നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ചൊരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ഒരു സിമ്പിൾ ടെസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ സീരിയസ് ആയ ഹൃദയപ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ വരെ കഴിഞ്ഞേക്കും. അതാണ് ECGയുടെ യഥാർത്ഥ പവർ. പക്ഷേ ECGക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. ഒരു ECGക്ക് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറ്റാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു ECGക്ക് ആ എടുക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ താളം, അതുപോലെ ആ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നോ, ഹൃദയത്തിന്റെ പമ്പിംഗ് ശക്തി എത്രത്തോളം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊന്നും ഒരു ECG റിപ്പോർട്ട് നോക്കി പറയാൻ പറ്റില്ല. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരു ECG എന്ന് പറയുന്നത് ഒറ്റ ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ ഒരു നിമിഷം എന്തെങ്കിലും പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഫോട്ടോയിൽ കിട്ടും, ഇല്ലെങ്കിലോ കിട്ടില്ല. അത്രയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങളുടെ ECG റിപ്പോർട്ട് നോർമലാണെന്ന് വെച്ച് നിങ്ങളുടെ ഹൃദയം 100% ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, തലകറക്കം അല്ലെങ്കിൽ ബോധം പോകുന്നതുപോലെ തോന്നുക, പെട്ടെന്ന് വല്ലാതെ വിയർക്കുകയോ
ക്ഷീണം തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ECG നോർമലാണെങ്കിൽ പോലും ഉടൻ തന്നെ ഡോക്ടറെ കാണണം. നിങ്ങളുടെ ശരീരം തരുന്ന സിഗ്നലുകളെ ഒരിക്കലും അവഗണിക്കരുത്. എപ്പോഴും ഓർക്കുക, ഒരു ECG റിപ്പോർട്ട് ഡോക്ടറുമായി സംസാരിച്ചു വേണം മനസ്സിലാക്കാൻ. സ്വന്തമായൊരു നിഗമനത്തിലെത്തരുത്. കാരണം ECG എന്നത് ഒരു വലിയ പസിലിന്റെ ഒരു കഷ്ണം മാത്രമാണ്. നിങ്ങളുടെ ലക്ഷണങ്ങളും മറ്റ് ടെസ്റ്റുകളുടെ റിസൾട്ടുകളുമെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴേ ആ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ECG വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ആരുടേതാണെന്നറിയാമോ? അത് നിങ്ങളുടേത് തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തെ കേൾക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും ഡോക്ടറോട് സംസാരിക്കുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം.